ആമസോൺ മഴക്കാടുകളെക്കുറിച്ചുള്ള രസകരമായ ചില വിവരങ്ങൾ. തെക്കേ അമേരിക്കയിൽ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. കേരളത്തിന്റെ ഇരട്ടി വലുപ്പമാണ് ഇതിനുള്ളത്. മനുഷ്യർ ഇവിടെ സ്ഥിരവാസം ഉറപ്പിച്ചതിന്റെ ഫലമായി കാടിന് ചില വ്യത്യാസങ്ങൾ വരികയുണ്ടായി. ആദ്യകാലങ്ങളിൽ ഏതാണ്ട് 50 ലക്ഷം ആൾക്കാർ ആമസോൺ പ്രദേശത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടാകുന്നു എന്ന് കരുതപ്പെടുന്നു. പിന്നീട് അത് 10 ലക്ഷമായി കുറയുകയും അതിനുശേഷം 2 ലക്ഷമായി ചുരുങ്ങുകയും ചെയ്തു. ആമസോൺ മേഖലയിൽ നിരവധി പ്രാണി സ്പീഷീസുകൾ, വിവിധ ഇനം മരങ്ങൾ, സസ്യങ്ങൾ, പലതരം പക്ഷികൾ, മീനുകൾ, ഇഴജന്തുക്കൾ, വന്യമൃഗങ്ങൾ എന്നിവയെല്ലാം കാണപ്പെടുന്നു. അപകടകരമായ നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ മഴക്കാടുകൾ. നമ്മൾ കണ്ടിട്ടില്ലാത്ത നിരവധി അപകടകാരിയായ ജീവികൾ ഈ കാട്ടിലുണ്ട്. 10 മനുഷ്യരെ വരെ കൊല്ലാൻ കഴിയുന്ന പോയിസൺ ഡാർക്ക് ഫ്രോഗ് എന്ന തവളയുടെ വിഷത്തിന് കഴിയും. ആമസോൺ കാടുകളിൽ കാണുന്ന അപകടകരമായ ചില ജീവികളാണ് ഗ്രീൻ അനാക്കോണ്ട, പോയിസൺ ഡാർക്ക് ഫ്രോഗ്, ബ്രസീലിയൻ ചിലന്തി, ജാഗ്വാർ, സൗത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക്, ബുള്ളറ്റ് ഒഴുക്ക്. ഗ്ലാസ് തവളകൾ എന്നറിയപ്പെടുന്ന തവളകൾ ഈ കാട്ടിൽ വസിക്കുന്നു. ഇവയുടെ ആന്തരിക അവയവങ്ങൾ പുറമേ നിന്ന് തന്നെ ദൃശ്യമാണ് എന്നത് ഒരു പ്രത്യേകതയാണ്. റെഫ്ലീഷ്യ ഫ്ലവർ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ്. ഇത് ഈ കാട്ടിൽ കാണുന്നു. ഇതിന് ഇലകളോ മറ്റു വേരുകളോ ഇല്ല. ചീഞ്ഞഴുകിയ മാംസത്തിന്റെ മണമാണ് ഇതിന്. അടുത്തതായി ഇപ്പോൾ ആമസോൺ കാടിന് ഭീഷണിയായിരിക്കുകയാണ് കാട്ടുതീ. നാളുകളായി ഓരോ വർഷവും ഇവിടെ കത്തി നശിക്കുകയാണ്. അതിൽ കൂടുതലും മനുഷ്യർ തന്നെ തീയിടുന്നതാണ് എന്ന് വിദഗ്ധർ പറയുന്നു. ചെറിയ കൃഷിയിടത്തിന് വേണ്ടി തീയിട്ട് പിന്നീട് അതൊരു പ്രദേശം മൊത്തം കത്തി നശിക്കും. ഇതുമൂലം കാലാവസ്ഥ വ്യതിയാനവും ഉണ്ടാകുന്നുണ്ട്.